എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞത് സരളി വരിശകൾ 1 മുതൽ 8 വരെ 2ഉം 3ഉം കാലങ്ങളാണ് നമ്മൾ പറഞ്ഞത്. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പറയാൻ പോകുന്നത് അത് ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു, അത് 12 എണ്ണം പാടുന്നവരുണ്ട്, 10 എണ്ണം പാടുന്നവരുണ്ട്, 16, 22 അങ്ങനെ കൂട്ടി പാടി പോവാം. അപ്പം നിങ്ങൾ പഠിക്കുന്നവരും ഫോളോ ചെയ്യുന്നവരും പ്രധാനമായും ഒരു 10 അല്ലെങ്കിൽ ഒരു 12 എണ്ണമെങ്കിലും മിനിമം നമ്മളത് പഠിച്ചിരിക്കണം. അതെന്താണ് ആ സരളി വരിശകൾ എന്ന് പറഞ്ഞാൽ, എന്താണ് അതിൻ്റെ ഫോം, അതെങ്ങനെയാണ് പാടുക എന്നുള്ളത് അതിൻ്റെ ഒരു ഐഡിയ കിട്ടാൻ വേണ്ടി ഒരു 10 അല്ലെങ്കിൽ 12 എണ്ണമെങ്കിലും പഠിച്ചിരിക്കണം. അപ്പോൾ നമുക്കിന്ന് പാടി നോക്കാം. നമുക്കൊരു 12 എണ്ണം നോക്കാം. എനിക്ക് തോന്നുന്നു അതായിരിക്കും കുറച്ചുകൂടെ നല്ലത്. ഒന്നാമതുകൊണ്ട് ബേസ് ആയതുകൊണ്ട് നമ്മുടെ തുടക്കമാണ്, നമ്മുടെ ബേസിക്കാണ്. അത് വളരെ കൃത്യമായി സ്വരസ്ഥാനങ്ങളും താളവും ശ്രുതിയും എല്ലാം കൃത്യമായി നമ്മളത് പാലിച്ച് തന്നെ പഠിക്കണം. അല്ലെങ്കിൽ നമുക്കത് ഗുണത്തേക്കാൾ കൂടുതൽ ദോഷം ചെയ്യും. അതുകൊണ്ട് നമുക്ക് പഠിക്കുന്നത് കൃത്യമായിട്ട് പഠിക്കുക. കുറച്ച് ആണെങ്കിൽ പഠിക്കുന്നതെങ്കിലും ഉള്ളത് വൃത്തിയായിരിക്കണം, ശുദ്ധമായിരിക്കണം. ഓക്കെ, അപ്പോൾ നമുക്കിന്ന് പറയാൻ പോകുന്നത് 9, 10, 11, 12. 9ാമത്തെ സരളി വരിശകളെന്ന് പറയുന്നത് സരിഗമ റിഗമപ റിഗമപ. അപ്പോൾ 8 സ്വരമായി. സരിഗമ എന്ന് പാടി മുകളിലേക്ക് പോയി, പിന്നെ വീണ്ടും താഴെ രീയിലേക്ക് വന്നു, റിഗമപ. പിന്നെ സരിഗമ പദനിസ അവരോഹണം, സ നീ ധ പ നീ ധ പ മ. സനിധപ്പ താഴേക്ക് പാടി പ വരെ, പിന്നെ വീണ്ടും മുകളിലേക്ക് പോയി നീന്ന് വീണ്ടും താഴേക്ക് വന്നു, നീ ധ പ മ. അപ്പോൾ സ രി ഗ മ രി ഗ മ പ സ രി ഗ മ പ ധ നി സ സ നി ധ പ നി ധ പ മ സ നി ധ പ മ ഗ രി സ. സ്വരസ്ഥാനങ്ങളാണ് പ്രധാനം. നമ്മൾ സരിഗമെന്ന് മുകളിലേക്ക് പാടിയിട്ട് നേരെ രീയിലേക്ക് വരണം. സ രി ഗ മ രി രി സ രി ഗ മ രി ഗ മ പ. അങ്ങനെയാണ് പാടേണ്ടത്. ഇപ്പം നമ്മൾ തുടക്കത്തിൽ അങ്ങനെയൊന്നും പാടണ്ട. ആ മായ അവിടെ നിർത്തിയിട്ട് രീതിയിലേക്ക് വന്നാൽ മതി. സ രി ഗ മ രി ഗ മ പ സ രി ഗ മ പ ധ നി സ സ നി ധ പ നീ ധ പ മ. അപ്പോൾ സ നീ ധ പ നീ ധ പ മ. അങ്ങനെയാണ് പാടേണ്ടത്. പക്ഷെ ഇപ്പം നമ്മൾ അങ്ങനെ കണക്ട് ചെയ്ത് പാടണ്ട, കട്ട് ചെയ്തിട്ട് ആ നോട്ടിലേക്ക് പോകും. അപ്പോൾ ആ സ്വരസ്ഥാനം കുറച്ചുകൂടെ കൃത്യമായിരിക്കും. സ നീ ധ പ നീ നീ രീ എന്ന് പാടിയ രീ എന്ന് പാടിയ പോലെ നീ. ആ സ്വരസ്ഥാനങ്ങൾ പക്കയായിരിക്കണം. നീ ധ പ മ സ നീ ധ പ മ ഗ രി സ. അത് 2ാം കാലത്തിൽ താളം പിടിച്ച് പാടാം. അത് കഴിഞ്ഞ് എൻ്റെ കൂടെ 3ാം കാലവും പാടും. ശ്രദ്ധിച്ചോളൂ. സ രി ഗ മ രി ഗ മ പ സ രി ഗ മ പ ധ നി സ സ നി ധ പ നീ ധ പ മ സ നി ധ പ മ ഗ രി സ സ രി ഗ മ രി ഗ മ പ സ രി ഗ മ പ ധ നി സ സ നി ധ പ നീ ധ പ മ സ നി ധ പ മ ഗ രി സ. 3ാം കാലം
സരി ഗ മ രി ഗ മ പ സരി ഗ മ പ ധ നി സ സാ നി ധ പ നി ധ പ മ സാ നി ധ പ മ ഗ രി സ സരി ഗ മ രി ഗ മ പ സരി ഗ മ പ ധ നി സ സാ നി ധ പ നി ധ പ മ സാ നി ധ പ മ ഗ രി സ. അതാണ് 9ാമത്തത്. 10ാമത്തെ നമ്മൾ പാടുന്നത് സരിഗമ സമഗരി. സ മ സായിന്ന് നേരെ ഒരൊറ്റ ജമ്പിങ് മായിലേക്കാണ്. അതിൻ്റെ ഇടയ്ക്ക് 2 നോട്ടുണ്ട്, രീം ഗായും. സ മ സരിഗമ സമ. ആ രീം ഗായും വിട്ടിട്ട് നമ്മളവിടെ നിന്ന് ഒരു ജമ്പിങ് നോട്ട് പോലെയാണ് വരിക. സ മ ഗ രി സ മ ഗ രി സരി ഗ മ പ ധ നി സ സാ നി ധ പ സാ പ. മൂടത്തെ സായിന്ന് നേരെ താഴെ പായിലേക്കാണ് വരിക. സാ നി ധ പ നീ ധ. നീയും ധായും വിട്ടിട്ട് സാ പ സാ പ സാ പ ധ നി സാ പ ധനി മുകളിലേക്ക്. സാ പ ധ നി സാ നി ധ പ മ ഗ രി സ. അപ്പം ഒന്നുകൂടെ പാടാം. സരി ഗ മ സ മ ഗ രി സരി ഗ മ പ ധ നി സ സാ നി ധ പ സാ പ ധ നി സാ നി ധ പ മ ഗ രി സ. താലോടിച്ച് പാടാൻ 2ാം ഗാനം. സരി ഗ മ സ മ ഗ രി സരി ഗ മ പ ധ നി സ സാ നി ധ പ സാ പ ധ നി സാ നി ധ പ മ ഗ രി സ സരി ഗ മ സ മ ഗ രി സരി ഗ മ പ ധ നി സ സാ നി ധ പ സാ പ ധ നി സാ നി ധ പ മ ഗ രി സ. 3ാം ഗാനം. സരി ഗ മ സ മ ഗ രി സരി ഗ മ പ ധ നി സ സാ നി ധ പ സാ പ ധ നി സാ നി ധ പ മ ഗ രി സ സരി ഗ മ സ മ ഗ രി സരി ഗ മ പ ധ നി സ സാ നി ധ പ സാ പ ധ നി സ നി ധ പ മ ഗ രി സ. അതൊന്നുകൂടെ പാടാം. സരി ഗ മ സ മ ഗ രി സരി ഗ മ പ ധ നി സ സാ നി ധ പ സാ പ ധ നി സ നി ധ പ മ ഗ രി സ. നമുക്ക് ഇതുവരെയാണ് നമ്മൾ ഉദ്ദേശിച്ചത്. 10 വരെ. വേണമെങ്കിൽ 2 കൂടെ പറയാം. 11ഉം 12ഉം.
11, 12 കൂടെ നമുക്ക് വേണമെങ്കിൽ നോക്കാം. അത് നമുക്കതിനകത്ത് കുറേ വരിസകൾ കിടക്കുന്നുണ്ട്. നിങ്ങൾ ആ ബുക്ക് നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നമുക്ക് ആ ഓർഡർ പ്രകാരം ഒരെണ്ണം കൂടെ അവസാനത്തെ ഒരെണ്ണം കൂടെ പാടി, സരിഗമ സനിതപ്പ സരിഗ, അങ്ങനെ ഒരെണ്ണം കൂടെ പാടിയേക്കാം. നമുക്ക് ഒരു 11, 11 മതി. ബാക്കി കുറച്ചുകൂടി ഇങ്ങനെ ഒരുപാട് അങ്ങോട്ട് അത് നമുക്ക് വീണ്ടും വേറെ വരിസകളൊക്കെ വരുന്നുണ്ട്. അതുകൊണ്ട് നമുക്ക് വേണമെങ്കിൽ അവിടെ പാടാം. നമുക്കിതിൻ്റെ ഒരു കൺക്ലൂഷൻ എന്നല്ല വരും. നമുക്ക് അവസാനത്തെ സരിഗമ സനിതപ്പ സരിഗമ പദനിസ സനിതപ്പ സരിഗമ, ആരോ താഴെ 4 താഴെ 4 മുകളിൽ, പിന്നെ 4 മുകളിൽ 4 താഴെ, അങ്ങനെ ഒരു വരിസ ഇവിടെ പാടിയേക്കാം. അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു താഴെ മുകളിലും പെട്ടെന്ന് പാടുന്ന ഒരു ഐഡിയ കിട്ടും. അപ്പം സരിഗമ ആരോഹണം 4 നോട്ട്, സനിതപ്പ സരിഗമ സനിതപ്പ. അപ്പം 4 സരിഗമ സനിതപ്പ. പിന്നെ സാധാരണ പോലെ സരിഗമ പധനിസ. അവരോഹണം നേരെ ഓപ്പോസിറ്റ്, സനിതപ്പ സരിഗമ. ഒന്നുകൂടെ, സനിതപ്പ സരിഗമ സനിതപ്പ മഗരീസ. അപ്പോൾ സരിഗമ സനിതപ്പ സരിഗമ പദനിസ, ഓപ്പോസിറ്റ് സനിതപ്പ സരിഗമ, മുകളിലും താഴെയും. ആദ്യം താഴെയും മുകളിലും, അവരോഹണം മുകളിലും താഴെയും. സരിഗമ സനിതപ്പ സരിഗമ പദനിസ, പിന്നെ സനിതപ്പ സരിഗമ സനിതപ്പ മഗനിസ. അപ്പോൾ നമുക്ക് താഴെയും മുകളിലും പെട്ടെന്ന് അങ്ങനെ സരിഗമ സനിതപ്പ ആ ഒരു പെട്ടെന്ന് ഒരു ക്ലാരിറ്റിക്ക് വേണ്ടി, അല്ലെങ്കിൽ പെട്ടെന്ന് നമുക്ക് നോട്ടുകൾ താഴെ നിന്ന് മുകളിലേക്ക് വരാനും പോകാനുള്ള ആ ഒരു സൗകര്യത്തിന് വേണ്ടി നമുക്ക് ഈ ഒരു വരിസ ഒന്ന് പ്രാക്ടീസ് ചെയ്യാം. താളം പിടിച്ച് പാടാൻ. 2ാം കാലത്തിൽ സരിഗമ സനിതപ്പ സരിഗമ പധനിസ സനിതപ്പ സരിഗമ സനിതപ്പ മഗരീസ. ഒന്നുകൂടി, സരിഗമ സനിതപ്പ സരിഗമ പധനിസ സനിതപ്പ സരിഗമ സനിതപ്പ മഗരീസ. 3ാം കാലം സരിഗമ സനിതപ്പ സരിഗമ പദനിസ സനിതപ്പ സരിഗമ സനിതപ്പ മഗരീസ സരിഗമ സനിതപ്പ സരിഗമ പദനിസ സനിതപ്പ സരിഗമ സനിതപ്പ മഗരീസ. ഒന്നുകൂടെ പാടാം. സരിഗമ സനിതപ്പ സരിഗമ പദനിസ സനിതപ്പ സരിഗമ സനിതപ്പ മഗരീസ. അപ്പം സരളി വരിസകൾ 11 നമ്മളിപ്പോൾ പഠിച്ചു. 2ാം കാലവും 3ാം കാലവും. അപ്പോൾ നിങ്ങൾ അതുപോലെ തന്നെ ഇതേ ഓർഡറിൽ നമ്മൾ ഈ പാടിയിരിക്കുന്ന ക്ലാസ് എങ്ങനെയാണോ നമ്മൾ പാടിയിരിക്കുന്നത് അതേ ഓർഡറിൽ നിങ്ങൾ ഒരു ബുക്കിൽ അതെല്ലാം ഒരു നല്ലൊരു ഡയറി വാങ്ങിച്ച് അതിൽ കൃത്യമായി നോട്ട് എഴുതി വെച്ച് ആ ഓർഡറെല്ലാം കൃത്യമായി നല്ല വൃത്തിയായി എഴുതി വെച്ച് അതുപോലെ തന്നെ പ്രാക്ടീസ് ചെയ്താൽ നിങ്ങൾക്ക് എല്ലാവർക്കും അതിൻ്റെ ഗുണമുണ്ടാകും. നമ്മളിത് പുറത്ത്
നമ്മൾ ആദ്യം പറഞ്ഞ കാര്യമാണ്, നമ്മൾ പുറത്തെടുക്കുന്ന ക്ലാസ് അതേ സിസ്റ്റമാറ്റിക്കായിട്ട് കൃത്യതയോടു കൂടിയാണ് നിങ്ങൾക്ക് ഈ ക്ലാസ് പറഞ്ഞു തരുന്നത്. നമ്മൾ വേറെ ഒരു മോണിറ്ററി ബെനിഫിറ്റ്സ് നോക്കിയിട്ടല്ല. ആദ്യം പറഞ്ഞല്ലോ, ഇത് പഠിക്കാൻ സാധിക്കാത്തവർക്ക്, താല്പര്യമുള്ളവർക്ക്, സാഹചര്യങ്ങൾ കൊണ്ട് പഠിക്കാൻ പറ്റാതെ പോയവർക്ക് വേണ്ടി നമ്മളാൽ കഴിയുന്ന, നമുക്കറിയുന്ന ആകെ ഒരു സംഗീതം മാത്രമേ നമ്മുടെ കയ്യിലുള്ളൂ, നമ്മളാൽ കഴിയുന്ന ഒരു സപ്പോർട്ട് എന്ന നിലയ്ക്കാണ് നമ്മളിത് ചെയ്യുന്നത്. അപ്പോൾ എല്ലാവരും മാക്സിമം ഈ വീഡിയോ ഒന്ന് കണ്ട് നിങ്ങൾക്കത് നല്ലതാണെന്ന് തോന്നിയാൽ, മറ്റുള്ളവർക്ക് ഉപകാരപ്പെടും, ഇത് കൊള്ളാമെന്ന് തോന്നിയാൽ നിങ്ങൾ ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. ഏതെങ്കിലും മനുഷ്യർക്ക്, ഏതെങ്കിലും ആൾക്കാർക്ക് ഉപകാരപ്പെടുകയാണെങ്കിൽ അത് നമുക്കത് വലിയ സന്തോഷമുള്ള കാര്യമല്ലേ. അങ്ങനെ ആവട്ടെ. അപ്പോൾ എല്ലാവരും ഈ സരളി വരിശകൾ ഇപ്പം നമ്മൾ ഏകദേശം 3 കാലങ്ങൾ പാടിക്കഴിഞ്ഞു. അതിൻ്റെ താളം അതെങ്ങനെയാണ്, രണ്ടാം കാലം ഒരടിക്ക് 2 സ്വരം, 3-ാം കാലം ഒരടിക്ക് 4 സ്വരം. ഇനി ശരിക്കും നമ്മളിതെല്ലാം ഇനി 4-ാം കാലത്തിൽ പാടണം, ഒരടിക്ക് 8 സ്വരം. അപ്പോൾ 1-ാം കാലം നമ്മൾ ആദ്യം പറഞ്ഞതാണ്, 1-ാം കാലം ഒരു ബീറ്റിൻ്റെ കൂടെ 1 സ്വരമാണ്, 2-ാം കാലം ഒരടിക്ക് 2 സ്വരമാണ് ഒരു ബീറ്റിൽ, 3-ാം കാലം ഒരടിക്ക് 4 സ്വരമാണ് പാടുക. ഇനി 4-ാം കാലം പാടുമ്പോൾ നമ്മൾ അതിൻ്റെ ഇരട്ടിയാവും, 4ൻ്റെ ഇരട്ടി 8 സ്വരം. സരി 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 ഗമ സരി ഗമ പദ നി സ സനി 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 ധ പ സനി ധ പ മ ഗ രി സ സരി 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 ഗമ സരി ഗമ പദ നി സ സനി 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 ധ പ സനി ധ പ മ ഗ രി സ. ഇത് നമുക്ക് ആ 2-3 കാലം കൊണ്ടൊന്ന് കൃത്യമായിട്ട് താളമടിച്ച് സ്വരസ്ഥാനത്തോടുകൂടി നിങ്ങൾക്ക് പാടാൻ സാധിച്ചാൽ നമുക്ക് അടുത്ത ക്ലാസ്സിൽ അതിൻ്റെ 4-ാം കാലത്തിലേക്ക് പോകാം. എന്നിട്ട് വേണം നമുക്കതിൻ്റെ ഒരു ത്രോട്ട് എക്സർസൈസ് സാധകം ചെയ്യുന്ന വരുന്നത്. ഇതൊക്കെ പറയാൻ. അപ്പം ഈ 2-3 കാലങ്ങളൊന്ന് പാടി ശരിയാക്കി അതിനുശേഷം നമ്മൾ അടുത്ത ക്ലാസ് 4-ാം കാലം പാടും. അതെല്ലാം ഒന്ന് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഇത്രയും കാര്യങ്ങൾ എങ്ങനെയാണ് നമ്മൾ സാധകം ചെയ്യേണ്ടത്, വെറുതെ സ്വരങ്ങൾ പാടൽ മാത്രമല്ല, നമ്മുടെ ത്രോട്ടിന് വേണ്ടി ഇതൊക്കെ നമ്മുടെ ത്രോട്ടൊന്ന് ഫ്ലെക്സിബിൾ ആവാനും അത് വർക്ക് ചെയ്യാനും നമ്മൾ എങ്ങനെയൊക്കെയാണ് സാധകം ചെയ്യേണ്ടത്, ത്രോട്ട് എക്സർസൈസ്, ത്രോട്ട് പ്രാക്ടീസ് എന്താ ചെയ്യേണ്ടതെന്നുള്ളത് നമ്മൾ അത് കഴിഞ്ഞിട്ട് ഇനി വരുന്ന ക്ലാസ്സുകളെല്ലാം നമ്മളതിനെക്കുറിച്ച് വളരെ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതായിരിക്കും, ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും നല്ലപോലെ പ്രാക്ടീസ് ചെയ്ത് നന്നായിട്ട് സപ്പോർട്ട് ചെയ്ത് മുന്നോട്ട് പോവുക. ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഇതിനെക്കുറിച്ച് 4-ാം കാലവും മറ്റു കാര്യം ഡീറ്റെയിൽസും പറയാം. അതുവരെ എല്ലാവരും സന്തോഷമായിരിക്കും. എല്ലാവർക്കും ഇനിയുള്ള ദിവസങ്ങൾ നല്ല ദിവസങ്ങളായിരിക്കട്ടെ. ഓൾ ദി ബെസ്റ്റ്.